നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ജനുവരി 7-ന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. പാണഞ്ചേരി പഞ്ചായത്തിലെ പന്നിഫാം മാലിന്യം മൂലം മാടക്കത്ര പഞ്ചായത്തിലെ നിന്നുകുഴി പ്രദേശത്തെ ജനങ്ങൾ നട്ടം തിരിയുന്നു. തൃശൂർ നെല്ലങ്കരയിൽ മഹിളാ കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റി പ്രവർത്തക യോഗം ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 11 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിയെ 130 വർഷം കഠിന തടവിന് പോസ്കോ കോടതി ശിക്ഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായ പേവാർഡിന്റെയും മറ്റ് വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം 7-ന് ഉച്ചയ്ക്ക് 12:30 അലുമിനി ഓഡിറ്റോറിയത്തിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിക്കും. ലെക്ചർ ഹാളിലെ വുഡൻ ഗാലറി ആൻഡ് സ്മാർട്ട് ക്ലാസ് റൂം, പേവാർഡ് രണ്ടാം ഘട്ടം, ശ്വാസകോശ രോഗികളുടെ മാതൃക പുനരധിവാസം പരിശീലനം, ആശ്വാസ് കെട്ടിട പ്രവർത്തനം, മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് യൂണിറ്റ് കെട്ടിട നവീകരണം, കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രം രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനം, ലോക്കൽ OP കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം, ജൈവ പ്ലാന്റ് നിർമ്മാണോദ്ഘാടനം, വിശ്രമ നിർമ്മാണോദ്ഘാടനം തുടങ്ങിയവയാണ് ഉദ്ഘാടന പദ്ധതികൾ. പത്രസമ്മേളനത്തിൽ ഡോക്ടർ KB സനൽകുമാർ, ഡോക്ടർ P സജീവ് കുമാർ, ഡോക്ടർ M രാധിക, ഡോക്ടർ N അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എനിക്കെല്ലാം അറിയാവുന്നതുപോലെ കിഫ്ബിയുടെ മേജർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 500 കോടിയിലധികം 600 കോടിക്ക് അടുത്ത് ചിലവുള്ള 2 വലിയ കെട്ടിടങ്ങൾ അവിടെ സജ്ജമായി വരികയാണ്. അതിൻ്റെ ഷെഡ്യൂൾ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, അത് ഒന്ന് കുട്ടികളുടെ അമ്മമാർക്കുള്ള ആശുപത്രി, മറ്റൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സ്റ്റെപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നടത്താവുന്ന പ്ലാൻ ഫണ്ട്, സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചും അതുപോലെ ആശുപത്രി വികസന സമിതിയുടെ സഹായം സ്വീകരിച്ചും, അത് പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നേരിട്ടുള്ള ഒരു മുൻകൈയിലും. മാടക്കത്ര പഞ്ചായത്തിലെ നിന്നുകുഴി പ്രദേശത്തെ ജനങ്ങൾ പന്നിഫാമിലെ മാലിന്യം മൂലം നട്ടം തിരിയുന്നു. അധികൃതരോടും ആരോഗ്യ വകുപ്പിനോടും പരാതി പറഞ്ഞു മടുത്ത നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധത്തിനിറങ്ങി. ദുർഗന്ധം മൂലം ഭക്ഷണം കഴിക്കുവാനും ശ്വസിക്കുവാനും ഏറെ കഷ്ടപ്പെടുകയാണെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഇതുമൂലം കുട്ടികൾ പലവിധ അസുഖങ്ങൾ മൂലം നിരന്തരം ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടാണ് എന്ന് പറയുന്നതും ശരിയാണ്. പന്നിഫാം പ്രവർത്തിക്കുന്നത് പാണഞ്ചേരി പഞ്ചായത്തിലാണ്. എന്നാൽ പന്നിഫാമിലെ മാലിന്യം മൂലം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് മാടക്കത്ര പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങളാണ്. അധികാരികൾ ഇതിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി പരിഗണിക്കണം. പറയുന്നുണ്ട്, പക്ഷെ അത് ശരിക്കും 3-4 ദിവസത്തെ വേസ്റ്റുകൾ ഒരുമിച്ച് തുറന്ന ജീപ്പുമാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്ന് ഒരുപാട് ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നമ്മൾ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഹെൽത്ത് സെൻ്ററിൽ HUമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പാണഞ്ചേരി പഞ്ചായത്തിൽ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് വീട്ടിൽ ഇരുന്ന് സാധനം കഴിക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. വാതിൽ അടച്ചിട്ടിട്ട് അകത്തിരുന്നാലും ശരി, ദുർഗന്ധം ഇങ്ങ് വരുന്നതുകൊണ്ടിരിക്കുന്നത് ഭയങ്കര. അത് 2 സമയത്താണ്, 5:30-ക്ക് ശേഷം. അപ്പോൾ എല്ലാ ജോലിക്കാരും ആൾക്കാരൊക്കെ പോകുമല്ലോ, ആ നേരം കണ്ട് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ വെളുപ്പിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ തുടങ്ങിയാൽ ഒരു 7:30 ആകുമ്പോഴത്തേക്കും നിർത്തും. ഭയങ്കരമാണ്. ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഒന്നും ഇരിക്കാനോ കിടക്കാനോ പിള്ളേർക്കൊന്നും യാതൊരു സാധനം കഴിക്കില്ല. ഒരു കൊച്ചു സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കാരണം എനിക്കിതൊന്നും വേണ്ട, ഞാൻ എല്ലാവർക്കും പോയി കഴിച്ചോളാം എന്നൊക്കെ പറയും. അത്രയ്ക്ക് അസഹ്യമായാണ്. ഒരു പുതുപ്പിറവിയുടെ അന്നാണ് ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ നാട്ടുകാർ വാർഡ് 5-ലെ പ്രവർത്തകർ എല്ലാവരും കൂടി ഒന്നടങ്കം ഒരു 150ഓളം പേര് ഒപ്പിട്ട് പഞ്ചായത്തിലൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി തരുന്നത്. ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് പാണഞ്ചേരി പഞ്ചായത്തിലെ 1-ാം വാർഡ് നിവാസികളാണ് ഞങ്ങളെല്ലാവരും.
മാടക്കത്തറ പഞ്ചായത്തിലെ ആളുകളല്ല, പാണഞ്ചേരി പഞ്ചായത്തിലെ നിവാസികളാണ്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അനധികൃതമായി കോഴി വേസ്റ്റ് കൊണ്ടുവന്ന് റെസിഡൻസ് ചെയ്തുകൊണ്ട് സംസ്കരിച്ച് മത്സ്യങ്ങൾക്കുള്ള തീറ്റ, പല്ലറ്റ് പോലെയുള്ള തീറ്റകൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭം അനധികൃതമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അത് അറിഞ്ഞതനുസരിച്ച് തന്നെ പാണഞ്ചേരി പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഒരു പെർമിറ്റോ വീട്ടു നമ്പറോ കെട്ടിട നമ്പറോ ലൈസൻസോ ഒന്നും കൊടുക്കാത്തൊരു സ്ഥാപനം അനധികൃതമായിട്ട് നടന്നു വരികയാണ്. വരുന്ന മാർച്ച് 30 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്താൻ പോകുന്നു. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു 70 വർഷം ആയിട്ട് കാണാത്തൊരനുഭവമാണ് വന്യമൃഗങ്ങളുടെ ഒരു ശല്യം. അതിൻ്റെ ഒരു ഭീതിയിലാണ് ജനങ്ങളെല്ലാവരും. അതിനുവേണ്ടി ഗവൺമെൻറ്റും പഞ്ചായത്തും അവർക്ക് വേണ്ടുന്ന സൗരവേലി, അതുപോലെ തന്നെ ഫെൻസിങ്, ഹാങ്ങിങ് അടക്കം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പ്രൊജക്റ്റ് വെച്ചിരിക്കുകയാണ്. മന്ത്രിതലത്തിൽ തന്നെ റവന്യൂ മിനിസ്റ്റർ ഇടപെട്ടുകൊണ്ട് ഗവൺമെൻറ്റിൽ ഇവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടുന്ന എല്ലാ പദ്ധതികളും പഞ്ചായത്തിലൂടെ നടപ്പിലാക്കുകയാണ്. ഇതിനിടയിലാണ് പുത്തൂര് പഞ്ചായത്തിലുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് അനധികൃതമായി ഇങ്ങനെ ഒരു ഷെഡ് പണിത് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ തുടങ്ങി മാടക്കത്തറ പഞ്ചായത്തിനുള്ള ഒരു ആപത്ത് എന്ന് പറയുന്നത്, മാടക്കത്തറ പഞ്ചായത്തിലെ 10,000 വീടുകളിൽ ഏതാണ്ട് ഒരു 3000 വീടുകളോളം ഈ മലമ്പ്രദേശത്താണ്. ഇവരെ താമസിക്കുന്നത് പഴയകാലം തൊട്ട് മണിപ്പണിയെടുക്കുന്ന കർഷകർക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ മാടക്കത്തറ പഞ്ചായത്തിലൂടെയാണ് ഇവരുടെ വാഹനം കടന്നു പോകുന്നത്. ഈ വാഹനത്തിൽ കൊണ്ടുവരുന്നത് കോഴി വേസ്റ്റാണ്. കോഴി വേസ്റ്റ് കൊണ്ടുവന്ന് പുഴുങ്ങി ആണ് ഇത് സംസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊണ്ടുവരുന്നത് ഒരു ശാസ്ത്രീയമായ രീതിയിലല്ല. ഇതെല്ലാം വാഹനത്തിന് പുറത്ത് ഇതിൻ്റെ ബ്ലഡും ഇതിന് ചീഞ്ഞു നാറിയ വെള്ളവും ഈ റോഡിലൂടെ വന്ന് ഇവിടെയുള്ളവർക്കൊന്ന് കിടന്നുറങ്ങാനോ സഞ്ചാരയോഗ്യത്തിനോ നടക്കാനോ വാഹനം ഓടിക്കാനോ പറ്റാത്തൊരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു ഭീതിജനകമാണ്. ഇപ്പം വൈറസുകളെല്ലാം പലതരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. രോഗമില്ലാതിരിക്കാൻ ഒരു ഭാഗത്ത് നമ്മൾ സംരക്ഷിക്കപ്പെടുമ്പം അല്ലാത്ത ഭാഗത്ത് ഇങ്ങനെയുള്ള ഓരോ അനിഷ്ട സംഭവങ്ങളുണ്ടാകും. തൃശൂർ നെല്ലങ്കരയിൽ മഹിളാ കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക യോഗം നടത്തി. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ല ഇനി നാം തെല്ലും വിരൽ ചൂണ്ടും കരുത്തോടെ എന്ന സന്ദേശമുയർത്തി മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അഡ്വക്കേറ്റ് ജിബി മേത്തർ ജനുവരി 4 കാസർഗോഡ് ചെർക്കളയിൽ നിന്ന് ആരംഭിച്ച് എല്ലാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന സാഹസ് കേരള യാത്രയെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും പിന്നീട് വരുന്ന നിയമസഭാ ഇലക്ഷനും മുന്നോടിയായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും പിണറായി വിജയന്റെ അഴിമതി ഭരണം കൊണ്ട് ഏറ്റവും വിഷമാവസ്ഥയിലായത് കേരളത്തിലെ സ്ത്രീജനങ്ങളാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് തീപിടിച്ച വിലയും സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ ഇല്ലാത്തതും ഏറ്റവും അധികം ദുരിതത്തിലാക്കുന്നത് സ്ത്രീജനങ്ങളെയാണ്. മദ്യത്തിന്റെയും ലഹരിയുടെയും ഇരകളാകുന്നതും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹം ഈ ഭരണത്തിനെതിരെ സംസാരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനായി സാധാരണക്കാരായ സ്ത്രീ സമൂഹത്തിനൊപ്പം നിൽക്കുവാൻ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരും സന്നദ്ധമാണെന്നും ഒരുമിക്കാം നമുക്ക് നല്ലൊരു നാളേക്കായി, ഉണരട്ടെ സ്ത്രീ സമൂഹമെന്ന് സംസാരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സഫിയ ജമാൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CB ഗീത മുഖ്യാതിഥിയായി. മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിന്ദു കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. K ഗോപാലകൃഷ്ണൻ, ഷീല രാജൻ, തിമോത്തി വടക്കൻ, അനിൽ തെക്കൂട്ട്, PV സുന്ദരൻ, ബഷീർ അഹമ്മദ്, ബിന്ദു ബെന്നി, ജോളി ജിജി തുടങ്ങിയവർ സംസാരിച്ചു. 130 വർഷം കഠിന തടവ് ലഭിച്ച പോസ്കോ പ്രതിക്ക് മറ്റൊരു പോസ്കോ കേസിൽ 110 വർഷം കഠിന തടവും പിഴയും. 11 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയായ ഒരുമനയൂർ സ്വദേശി മുത്തമ്മാവ് മാങ്ങാടി വീട്ടിൽ കുഞ്ഞപ്പു മകൻ സജീവനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി 110 വർഷം കഠിന തടവും 7,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 31 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. കൂടാതെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കുട്ടികൾക്ക് മതിയായ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകുവാനും പ്രതിയിൽ നിന്ന് പിഴ ഈടാക്കുന്ന പക്ഷം പിഴത്തുക കുട്ടികൾക്ക് നൽകുവാനും കോടതി വിധിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിലെ കൂട്ടുകാരനെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 130 വർഷം കഠിന തടവും 8,75,000 രൂപ പിഴയും വിധിച്ചിരുന്നു. 2023 ഏപ്രിലിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രായപൂർത്തിയാകാത്ത 11 വയസ്സുള്ള ആൺകുട്ടിയെയും കൂട്ടുകാരനെയും ഗൌരവകരമായ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. കുട്ടികൾ സംഭവം വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ ചാവക്കാട് സ്റ്റേഷനിൽ പരാതി നൽകി. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ GSCPO ഷൌക്കത്ത് AK കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI ഷാജു VM,
എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തി. സബ് ഇൻസ്പെക്ടർ സിസിൻ ക്രിസ്ത്യൻ രാജ് തുടരന്വേഷണവും ഇൻസ്പെക്ടർ SHO വിപിൻ കെ വേണുഗോപാൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രവും സമർപ്പിച്ചു. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 14 സാക്ഷികളെ വിസ്തരിക്കുകയും 16 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ സി തുടങ്ങിയവർ ഹാജരായി. CPOമാരായ സിന്ധു, പ്രസീത തുടങ്ങിയവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു. CT ദേവസി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണം, പുരസ്കാര വിതരണം, ചികിത്സാ സഹായ വിതരണം നടന്നു. തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 11ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണം, പുരസ്കാര വിതരണം, ചികിത്സാ സഹായ വിതരണവും പുന്നമ്പറമ്പ് സായ് നാരായണ കോംപ്ലക്സ് ഹാളിൽ നടന്നു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജുവിന്റെ അധ്യക്ഷതയിൽ മുൻ KPCC ജനറൽ സെക്രട്ടറിയും ITU ബാങ്ക് പ്രസിഡന്റുമായ MP ജാക്സൺ പുരസ്കാരം നേടിയ KT ജോയ്ക്ക് പൊന്നാടയും ഉപഹാരവും നൽകി ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ പ്രഭാഷണം DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാറും ചികിത്സാ ധനസഹായ വിതരണം KPCTA സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാനും നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ, ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ AR കൃഷ്ണൻകുട്ടി, അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല, കുട്ടൻ മച്ചാട്, TA ശങ്കരൻ, K ചന്ദ്രശേഖരൻ, ടോംജൻ ദേവസി, EG ജോജു, KR സന്ദീപ്, അനീഷ് കണ്ടമാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആ ബന്ധം അന്ന് മുതലേ ദേവസ്വം തുടർന്നു വന്നു. പിന്നെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി CT എന്ന് പറയും. CT എന്നുള്ള ചുരുക്കപ്പേരാണ്. ദേവസ്വൊന്നും അന്നതിൻ്റെ ആവശ്യമില്ല. CT എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിലെ ഏത് കോൺഗ്രസ് നേതാവിനും കോൺഗ്രസ് പ്രവർത്തകർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു ഈ CT ദേവസ്വേട്ടൻ്റേത്. അത്രമാത്രം ആത്മാർത്ഥതയുള്ള ഒരു നേതാവ്. ഇന്ന് നമ്മുടെ നേതാക്കന്മാരുടെ ആത്മാർത്ഥത പരിശോധിക്കുമ്പോൾ ഞാൻ പലപ്പോഴും മനസ്സിൽ ചിന്തിക്കാറുണ്ട്, പഴയകാലത്തെ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു വൈകാരിക ബന്ധവും ഇന്ന് ഈ താൽക്കാലിക അഭിനയവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു KSU കോൺഗ്രസ് കാലത്ത് ഇപ്പോൾ രാമേന്ദ്രൻ കടന്നപ്പള്ളി നമ്മുടെ കൂടെ അന്ന് KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നത്. പുത്തൂർ പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മരത്താക്കര ദേശീയ പാതയോരത്ത് സംഘടിപ്പിച്ച പഞ്ചായത്ത് തല ശുചീകരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അജൈവ മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മസേനയ്ക്ക് നൽകുക, ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, നിരോധിത വസ്തുക്കൾ ഉപേക്ഷിക്കുക, മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയുന്നതോ കത്തിക്കുന്നതോ ശിക്ഷാർഹമാണ്. എല്ലാ സ്ഥാപനങ്ങളിലും അജൈവ ജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുവാൻ സംവിധാനം ഒരുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്കായി നൽകി. കൂടാതെ ദേശീയപാതയിലെ മാലിന്യം തള്ളലിൽ പരിഹാരം കാണുവാൻ ദേശീയപാത ഉദ്യോഗസ്ഥർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കത്ത് നൽകുകയും തുടർന്നും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തിയാൽ പിടികൂടി കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PS സജിത്, ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KM പോൾ, പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് പടമാടൻ, ഷാജി വാരിപ്പെട്ടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ വലിച്ചെറിയൽ വിരുദ്ധ ദിനമായിട്ട് പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ജനുവരി 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് സർക്കാർ ദിനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ 6-ാം തീയതി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ഇന്ന് ഹൈവേ വൃത്തിയാക്കുന്നതായിട്ടാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹൈവേ കൊണ്ടുപോകണമെന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഹൈവേ അതോറിറ്റിയുടെ ഇടപെടൽ വളരെ മോശം രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മാലിന്യം അവസ്ഥയാണ്. പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യം ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ഹൈവേ അതോറിറ്റിക്ക് പല ആവർത്തി ഗ്രാമപഞ്ചായത്ത് കത്ത് കൊടുക്കുകയും കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രിയുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടും ഇതുവരെയായിട്ടും ആ അതോറിറ്റിക്കാർ വേണ്ട വിധത്തിലുള്ള ഒരു മാലിന്യ മുക്തമായിട്ടുള്ള ഒരു പരിസരം സൃഷ്ടിക്കാനായിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. പുത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുള്ളത്.
5 വാർഡുകളിൽ കക്കൂസ് മാലിന്യം ഒഴിപ്പിച്ചെന്നത് വിവിധ തരത്തിലുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ കുടിവെള്ള മലിനമാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തീർച്ചയായും അധികാരികൾ ഹൈവ അതോറിറ്റിയും അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ ഒരു നടപടി അടിയന്തരമായിട്ട് കൈക്കൊള്ളണമെന്നും കൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS Gold, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വീണ്ടും വാർത്തയിലേക്ക്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി തൊഴിൽ സംരക്ഷണത്തിനായി ജനുവരി 13 മുതൽ 25 വരെ സംസ്ഥാന ജാഥയും ഫെബ്രുവരി 13 പാർലമെന്റ് ജാഥയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 13 കാസർഗോഡ് നിന്നും സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ജാഥ ഉദ്ഘാടനം ചെയ്യും. 25 തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനം മുൻ തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ VKC മുഹമ്മദ് കോയ, ES ബിജു, KM ലെനിൻ, വിജയ് ഹരി, മിൽട്ടൺ J തലക്കോട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ദൈനംദിനം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്ന ഒരു പുതിയ സാഹചര്യം വ്യാപാര മേഖലയിൽ ഇപ്പോൾ രൂപപ്പെട്ടു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ കണക്ക് തന്നെ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചതനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം തന്നെ 2 ലക്ഷത്തിലേറെ വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് അടച്ചുപൂട്ടി എന്നാണ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്ക്. ഞങ്ങൾ വിവിധ ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ ഏതാണ്ട് 4 ലക്ഷത്തിലേറെ വ്യാപാര സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യ രാജ്യത്ത് പൂട്ടിപ്പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം വരും കാലങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയാണ് ഈ മേഖലയെ അഭിമുഖീകരിക്കുന്നത്. ജനങ്ങളുടെ വാങ്ങൽ ശേഷിയിൽ വന്നിട്ടുള്ള കുറവ് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഗവൺമെന്റുകൾ എടുക്കുന്ന നയപരമായിട്ടുള്ള നിലപാടുകൾ ഈ വ്യാപാര മേഖലയെ പരിമിതപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. ഇപ്പോൾ ഒരു വശത്ത് വലിയ രീതിയിൽ വൻകിട പുസ്തക കമ്പനികളുടെ കടന്നുവരവ് ഇന്ത്യൻ മാർക്കറ്റിൽ വിവിധ തലങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഓൺലൈൻ വ്യാപാരം എല്ലാ മേഖലകളിലും വന്നതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള സാധാരണ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന സ്ഥിതിവിശേഷം. അത് നടത്തുന്ന മുതൽ മുടക്കിയിട്ടുള്ള വ്യാപാരികളെ മാത്രമല്ല, അതിൽ പണിയെടുക്കുന്ന അനുബന്ധ തൊഴിലാളികളെയും തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയും ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഭാഗമായി ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള നയങ്ങളിൽ മാറ്റം വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, വ്യാപാര മേഖലയെ, ചെറുകിട വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഉത്തേജക പാക്കേജ് ഗവൺമെന്റ് ഇന്ത്യയിലെ ട്രേഡ് ഓർഗനൈസേഷനുകളുമായി ചർച്ച നടത്തി അത്തരമൊരു ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ഏറ്റവും സുപ്രധാനമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നയപരമായി വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് വിവിധ ട്രേഡ് ഓർഗനൈസേഷനുകളുമായി ചർച്ച നടത്തി ആ നയത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയില്ല എങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രഖ്യാഘാതങ്ങൾ ചെറുകിട വ്യാപാര മേഖലയിൽ വന്നു ചേരുന്ന പ്രതിസന്ധി രൂഢമൂലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രധാനമായും ഞങ്ങൾ
വ്യാപാര സംരക്ഷണ ജാഥ എന്ന നിലയിൽ സംസ്ഥാനത്ത് വ്യാപാരി സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ക്യാപ്റ്റനായിട്ടുള്ള ഒരു വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗം ഇത് സംബന്ധിച്ച ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ഒരു രൂപരേഖ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ആ തീരുമാനത്തിന്റെ ഭാഗമായി ജനുവരി മാസം 13-ാം തീയതി കാസർഗോഡ് നിന്ന് ആ സംസ്ഥാന ജാഥ ആരംഭിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി തൊഴിൽ സംരക്ഷണത്തിനായി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജാഥയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ജില്ലാ സെക്രട്ടറി ജോയ് പ്ലാശ്ശേരിയും മറ്റ് ജില്ലാ ഭാരവാഹികളും സഹകരിക്കില്ലെന്ന് ജോയ് പ്ലാശ്ശേരി അറിയിച്ചു. സമിതിയുടെ സ്ഥാപക പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടിയുടെ നിര്യാണശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെ സമിതി അവഗണിക്കുകയും പുകച്ച് പുറത്തു ചാടിക്കുകയും ചെയ്യുന്ന പ്രവണതയുടെ അടിസ്ഥാനത്തിലാണ് ലീവ് എഴുതി നൽകി തൽക്കാലം വിട്ടുനിൽക്കുന്നതെന്നും ഉടൻ സമാന്തര സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും ജോയ് പ്ലാശ്ശേരി പറഞ്ഞു. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രം നടപ്പുര ഗോപുര സമർപ്പണം ജനുവരി 8-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7-ന് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരി നടപ്പുരയുടെയും ഗോപുരത്തിന്റെയും താന്ത്രിക സമർപ്പണം നിർവഹിക്കും. വൈകിട്ട് 6-ന് നടക്കുന്ന നടപ്പുര ഗോപുര സമർപ്പണ സദസ്സിന്റെ ഉദ്ഘാടനം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ, CVR ചിറ്റിലപ്പള്ളി MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങിൽ ഗോപുര നിർമ്മാണത്തിന്റെ ശില്പികളെ ആദരിക്കൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് AC കണ്ണൻ, സെക്രട്ടറി ജയകുമാർ MS, ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ, ആനന്ദൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണുത്തി പനഞ്ചകം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മഴക്കാലങ്ങളിൽ ഈ റോഡ് താഴ്ന്നു കിടക്കുന്നതിനാൽ റോഡ് തോടിന് സമാനമായി വെള്ളമൊഴുകും. ഇത് VVS സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്കും പരിസരത്തെ വീടുകളിൽ താമസിക്കുന്നവർക്കും യാത്രാക്ലേശം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ റോഡും റോഡിന്റെ വശങ്ങളിൽ കാനകളും നിർമ്മിച്ച് റോഡ് സുഗമമായ സഞ്ചാരത്തിന് ഒരുക്കിയിരിക്കുന്നു. ഇതോടെ പ്രദേശവാസികളുടെ നിരവധി വർഷങ്ങളായുള്ള ആവശ്യം നിറവേറ്റപ്പെടുകയാണ്. ടെഡ്കയുടെ കീഴിൽ നടത്തിയ ടെഡ്ക സീസൺ 2 ക്രിക്കറ്റ് ലീഗിൽ സേതൂസ് പവർ ഹീറ്റേഴ്സ് താണിക്കുടം ജേതാക്കളായി. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ലോർഡ്സ് 11 പുത്തൂർ ടീമിനെയാണ് സേതൂസ് പവർ ഹീറ്റേഴ്സ് താണിക്കുടം പരാജയപ്പെടുത്തിയത്. 12,500 രൂപയും 4 അടിയോളം ഉയരമുള്ള മനോഹരമായ ട്രോഫിയും അടങ്ങിയതായിരുന്നു ഒന്നാം സമ്മാനം. സേതു താണിക്കുടം, ദിലീപ് KD, ആകാശ് അനിൽകുമാർ, ശരത്, അരവിന്ദ്, ആഷിഖ്, രാഹുൽ, സോൾജിൻ, ജോസി, ശശിധരൻ, അതുൽ, വിജിൽ, സജു തുടങ്ങിയവർ കളിക്കാനിറങ്ങിയിരുന്നു. ക്രിക്കറ്റ് ലീഗിൽ ഉടനീളം സേതൂസ് പവർ ഹീറ്റേഴ്സ് താണിക്കുടം ടീം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ലീഗിലെ ഒരു മത്സരത്തിലും പരാജയം അറിയാതെ ജേതാക്കളായ പവർ ഹീറ്റേഴ്സ് ടീം അംഗങ്ങളെ അഭിനന്ദിക്കാനായി ജോൺസൺ മാറ്റാപ്പുറം, വിനീത് ചന്ദ്രൻ, ടിനു, ജിനു, ബിബീഷ് തുടങ്ങിയ നിരവധി പേർ എത്തിയിരുന്നു. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ?
SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വീണ്ടും വാർത്തയിലേക്ക്. മിൽമ ഷോപ്പി മിൽമ പാർലർ അപേക്ഷ ക്ഷണിച്ചു. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന് മിൽമയുമായി സഹകരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതർക്കായി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയിൽ പരിഗണിക്കുന്നതിനായി യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ തൃശൂർ ജില്ലയിൽ സ്ഥിര താമസക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18നും 55നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. പാലിനും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വിപണന സാധ്യതയുള്ള തൃശൂർ ജില്ലയിലെ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മിൽമ ഷോപ്പി അല്ലെങ്കിൽ മിൽമ പാർലർ ആരംഭിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവസരം ലഭിക്കും. ആവശ്യമായ വായ്പ കോർപ്പറേഷന്റെ നിബന്ധനകൾക്ക് വിധേയമായി അനുവദിക്കും. ജാമ്യമായി 5 സെന്റിൽ കുറയാത്ത വസ്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യം ഹാജരാക്കണം. കോർപ്പറേഷനും മിൽമ അധികൃതരും സംയുക്തമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും സംരംഭം ആരംഭിക്കുന്നതിനുള്ള അനുമതി നൽകുക. ആവശ്യമായ സ്ഥലവും കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും അപേക്ഷകന് സ്വന്തമായി സജ്ജീകരിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർക്ക് സംരംഭം സുഗമമായി നടത്തുന്നതിനാവശ്യമായ ഉൽപ്പന്നങ്ങളും സാങ്കേതിക സഹായവും മിൽമ ലഭ്യമാക്കും. താൽപര്യമുള്ള അപേക്ഷകർ അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി തൃശൂർ ടൗൺ ഹാളിന് എതിർവശത്തുള്ള കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ 0487 23 31 556. കാറിൽ ബൈക്കിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റി മറിഞ്ഞു വീണ ബൈക്ക് യാത്രക്കാരൻ ലോറി കയറി മരിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒല്ലൂരിലാണ് അപകടം. ഒല്ലൂർ PR പടിക്ക് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 അപകടം. അപകടത്തിൽ മണ്ണുത്തി പാണ്ടിപ്പറമ്പ് സ്വദേശി തൃക്കരിയൂർ വീട്ടിൽ 27 വയസ്സുള്ള ജിഷ്ണുവാണ് മരിച്ചത്. തലൂരിൽ നിന്നും ബൈക്കിൽ തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ജിഷ്ണു സഞ്ചരിച്ച ബൈക്ക് ഇതേ ദിശയിൽ മുന്നിൽ പോയിരുന്ന കാറിൽ തട്ടുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം തെറ്റി എതിർദിശയിൽ വന്നിരുന്ന ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജിഷ്ണു മരിച്ചു. അച്ഛൻ ബൈജു, അമ്മ ബിന്ദു, വിഷ്ണു, കൃഷ്ണപ്രിയ തുടങ്ങിയവർ സഹോദരങ്ങളാണ്. ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ നിയമനം. മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത സോഷ്യൽ വർക്കിൽ ബിരുദം, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, സോഷ്യൽ സയൻസ്, പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 50 വയസ്സ്. വാക്കിൻ ഇന്റർവ്യൂ ജനുവരി 15 രാവിലെ 10 സിവിൽ സ്റ്റേഷനിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ രാവിലെ 10 യോഗ്യതയും പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം ഓഫീസിൽ എത്തിച്ചേരണം. വൈകി വരുന്ന ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂവിൽ പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി 0487 23 64 445 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ജനുവരി 7 മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. പാണഞ്ചേരി പഞ്ചായത്തിലെ പന്നിഫാം മാലിന്യം മൂലം മാടക്കത്ര പഞ്ചായത്തിലെ നിന്നുകുഴി പ്രദേശത്തെ ജനങ്ങൾ നട്ടം തിരിയുന്നു. തൃശൂർ നെല്ലങ്കരയിൽ മഹിളാ കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റി പ്രവർത്തക യോഗം ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 11 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിയെ 130 വർഷം കഠിന തടവിന് പോസ്കോ കോടതി ശിക്ഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.